2 ദിവസം മുമ്പുണ്ടെങ്കിൽ ഈ അഖിൽമാരാർ ഫ്ലവേഴ്സ് ടിവിക്കകത്ത് ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തോ കോടതി പോലെയൊക്കെയാണ് സംഭവം. അതിനകത്ത് ആഷിമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടറും അതുപോലെ തന്നെ ഈ ഒരു അഖിൽമാരാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അഖിൽമാരാറിനെ കുറേയധികം ഊക്കി വരെ വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രോൾ വരെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അഖിൽമാരാർ ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ വെച്ച് കുറേയധികം പേര് കുറേ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ സമയത്ത് ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ആരെയും പറ്റിക്കുകയോ ചതിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരെയും രക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പറയാൻ പറ്റും ഞാൻ അവരെ പറ്റിച്ചു എന്നുള്ളത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എല്ലാവർക്കും വളരെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് സിബിൻ, ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സിബിൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഞാൻ പുറത്ത് വന്നിട്ട് ആ ഒരു ചാനലിനെതിരെ, ഏഷ്യാനെറ്റിനെതിരെയൊക്കെ സംസാരിച്ച സമയത്ത് ഈ ഒരു അഖിൽമാരാരാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഇനിയും പറയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ എനിക്ക് ആ ഒരു അവിടുത്തെ ചാനലിലുണ്ടായിരുന്ന ഒരു പരിപാടി, എനിക്ക് വേറെ പരിപാടികളുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ പുറത്താക്കി. എൻ്റെ വൈഫിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസും കാര്യങ്ങളൊക്കെ വന്ന സമയത്തുണ്ടെങ്കിൽ അഖിൽമാരാര മുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലും പറഞ്ഞിട്ട് ഈ ഒരു സിബിൻ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഇതും കൂടി സിബിൻ പറയുന്നുണ്ടായിരുന്നു.